അസ്സലാമലൈക്കും. ഇതാണ് നമ്മളെ വഴുതന. അപ്പോൾ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് ചെറിയ തൈകൾ, നമ്മളെ ട്രയൽ മുളപ്പിച്ച ചെറിയ തൈകളുണ്ടല്ലോ, അത് വാങ്ങിയിട്ട് അതിൽ നിന്ന് ഞാൻ ഇതുപോലെയുള്ള ചെറിയ ചട്ടിയിൽ പോട്ടി മിക്സൊക്കെ നിറച്ച് അതിൽ വെച്ച് കുറച്ച് വലുതായതിൻ്റെ ശേഷം ഗ്രോ ബാഗിലേക്ക് പറിച്ച് നട്ടതാണ് ഇതെല്ലാതും. അപ്പോൾ ഞാൻ നട്ടതെന്ന് വെച്ചാൽ മഴ ഉള്ള സമയത്ത് കുറേ കരിയില എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം നല്ല പോലെ ഉണങ്ങി വളത്തിനുള്ള പരുവത്തിലായതായിരുന്നു. ഇവിടെ ടെറസിൻ്റെ മേലെ ചെരുവുള്ള ഭാഗത്താണ് ഞാനിപ്പോൾ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ചെരുവുള്ള ഭാഗത്ത് ചാക്കിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നന്നായി പൊടിഞ്ഞ് പാകപ്പെട്ട ആ ഒരു മിക്സ് ഇതിൽ നിറച്ചിട്ടാണ് ഞാൻ ഈ വഴുതന തൈകളൊക്കെ നട്ട് കൊടുത്തത്. ഇപ്പം മാഷാ അല്ലാഹ് എല്ലാം ഉഷാറായി. പിന്നെ ഇവർ ആരൊക്കെയോ ഇതിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ആരോ ഇതിൽ ഈ ഇല ചുരുട്ടി കണ്ടാൽ മനസ്സിലാക്കുക അതിൽ അവർ മുട്ട ഇട്ടിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ആരും ചെന്ന് ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ച് മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് നശിപ്പിക്കണം. അപ്പോൾ ഇനി വേറെയുള്ള ഇതിലൊക്കെ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാലൊക്കെ ഇതുപോലെയുള്ള ഇലകളുണ്ടാവും. അപ്പോൾ ഇതുപോലപ്പോൾ വഴുതന ചെടി എന്ന് പറയുന്നത് മറ്റ് പച്ചക്കറികളെക്കാളും കൂടുതൽ കാലം നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ വഴുതന വളർത്താനായിട്ട് ശ്രമിക്കുക. കീടങ്ങൾക്കെതിരെ പൊരുതാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.